എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഓട്ടോപ്സി ചെയ്യുന്ന ഒരു ഫോറൻസിക് സർജന് ഒരു ഹിസ്റ്റോറിയൻ്റെ റോള് കൂടിയുണ്ട്, ഒരു ചരിത്രകാരൻ്റെ റോൾ കൂടിയുണ്ട്. അത് ചില കേസുകളിൽ നമ്മളിപ്പം കടത്തിണ്ണയിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാർ അജ്ഞാതരായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കുകളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പുഴയിൽ കൂടെ ഒഴുകി വരുന്നതോ ഡീകമ്പോസ്ഡായിട്ടൊക്കെ ഇന്ത്യയിൽ അങ്ങനെ കുറേ ആൾക്കാർ കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, ഒരു SLC സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, ആധാറോ പാസ്പോർട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഇന്ത്യൻ, ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഒരു പക്ഷേ ഞാൻ എഴുതുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെക്കൂടെ അദ്ദേഹത്തിൻ്റെ പേരിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളൊരു രേഖ. അപ്പോൾ ഇത്രയും കാലമായിട്ട് മനുഷ്യരുണ്ടായി, ഒരുപാട് പേര് ജീവിച്ചു മരിച്ചു പോകുന്നു. ഇങ്ങനൊരു മനുഷ്യൻ, ഈ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഈ രേഖകൾ സൂക്ഷിക്കപ്പെടുന്നിടത്തോളം കാലം ഞാൻ അയാളെ മാർക്ക് ചെയ്യാണ്, ഒരു സിറ്റിസൺ ഓഫ് ദിസ് വേൾഡായിട്ട്, ഇവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. അതെനിക്ക് ട്രെമൻഡസ് റെസ്പോൺസിബിലിറ്റി തരുന്നുണ്ട്. ആ ഒരു മനുഷ്യനെക്കുറിച്ച് ഇതുവരെ ആരും ഒന്നും ഒരു രേഖയും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ മാത്രമാണ് ഉണ്ടാക്കുന്നത് പറയുമ്പോൾ എനിക്ക് ആ മനുഷ്യനോട് 100% സത്യസന്ധത പുലർത്തേണ്ട ഒരു ആവശ്യം അവിടെ വരികയാണ്. അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതണം എന്നുള്ളത്, ഏറ്റവും അതിനൊരു ബ്യൂട്ടി കൊടുക്കണം. അത് ചെയ്യുന്നതിനും ആ റിപ്പോർട്ടിനും ഒരു സൗന്ദര്യം ഉണ്ടാവണമെന്നും നിർബന്ധം വരുന്ന എന്നെ നിർബന്ധിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുക്കുന്ന ഒരു ഹിസ്റ്റോറിയൻ്റെ റോൾ അവിടെ വരുന്നുണ്ട്.